നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ അവരുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് റിയൽമി ബഡ്സ് എയർ 3. നേരത്തെയുള്ള റിയൽമിയുടെ മുൻകാല വയർലെസ് ഹെഡ്സെറ്റുകളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയവ തന്നെയാണ്. അത്തരത്തിൽ റിയൽമിയുടെ ഏറ്റവും പുതിയ ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് റിയൽമി ബഡ്സ് എയർ 3. അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജയരാജ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇവരെന്തോ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടാണ് അയക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ആണ്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ എന്നറിയില്ല. എനിവേ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വിത്ത് ചാർജിങ് കേസ് ഇതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആസ് യൂഷ്വൽ ഇതിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവലും വാറൻറ്റി കാർഡ് ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വേണ്ടുന്നവർക്കെല്ലാം വായിച്ച് നോക്കാം. അതുകൂടാതെ ഈ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് ബോക്സുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിനകത്ത് ഇതുപോലെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഇയർ ടിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ജോഡി ഇയർ ടിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്മോളും ലാർജും മീഡിയമാണ് ഇതിനകത്ത് ഡിവൈസിനകത്ത് ഇട്ട് വരുന്നത്. ഇത് കൂടാതെ ഇനി വേണ്ടുന്നത് നമുക്ക് ചാർജിങ് കേബിളാണ്. അത് ഇവിടെ ഉണ്ട്. റിയൽമിയുടെ ആ ഒരു ടിപ്പിക്കൽ കളറിലെ മഞ്ഞ കളറിലെ ഒരു ടൈപ്പ് സി കേബിൾ തന്നെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനോടൊപ്പം ബോക്സിൽ ആക്സസറി ആയിട്ടുള്ളത്. ഇതേ ഇരിക്കും നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. അതിലേക്ക് വരാം. അടിപൊളി കേട്ടോ, സൂപ്പർ. നല്ലൊരു ഡിസൈൻ ഇത്തവണ റിയൽമി ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 42 ഗ്രാമാണ് മൊത്തത്തിൽ ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഭാരം. ഒരു കാര്യം നമ്മളെ സത്യത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ നമ്മുടെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ജയരാജ് എന്ന്. അപ്പോൾ ഇതാണ് അവർ കസ്റ്റമൈസ് ചെയ്ത് അയക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നത്. എന്തായാലും എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് റിയൽമി അയച്ചു തന്നു. റിയൽമിക്കൊരു ബിഗ് താങ്ക്സ്. എനിവേ, കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്തവണ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു ഗ്ലോസി ഭാഗമുണ്ട്, കണ്ടില്ല? അതിനകത്ത് റിയൽമി എന്നൊക്കെ എഴുതി ഒരു ജെം ഒക്കെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഒരു നല്ല ഒരു ബ്ലൂ കളറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു മോഡൽ. അതുപോലെ ഇതൊരു പോളി കാർബണേറ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ ജനറേഷനേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയിറ്റും കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ട് ചാർജിങ് കേസ് എന്ന് പറയാതെ വയ്യ. കുറച്ച് കനമൊക്കെ കുറഞ്ഞ് നമുക്ക് കയ്യിലൊക്കെ കുറച്ച് ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു സുഖം ഇത്തവണത്തെ ഈ ഒരു പുതിയ വെർഷനിൽ നൽകിയിരിക്കുന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മളുടെ യഥാർത്ഥ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നമുക്ക് കാണാം. അതും അതിമനോഹരം തന്നെ. നേരത്തെ റിയൽമിയുടെ തന്നെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ ഒരു പരാതി റിയൽമി തവണ പരിഹരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതായത് ഈ ഒരു സ്റ്റെമ്മില്ലേ, ഈ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കാര്യമായിട്ട് കുറച്ചിരിക്കുന്നു. അത് മനോഹരം തന്നെയാണ്. എന്നാൽ ഈ ഡിസൈനിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു മുകൾ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുകയാണ്. അത് നിൽക്കാതെ ഇങ്ങനെ ഒഴുക്കിന് ഈ കാണുന്ന ഇയർ പീസിൻ്റെ ആ ഒരു ഒഴുക്കിന് ഇങ്ങനെ കർവ്ഡ് ഒരു ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായെന്ന് തോന്നുന്നുണ്ട്. എന്ത് തന്നെയാലും ഇപ്പോൾ മോശമെന്നൊന്നും പറയാനില്ല. മനോഹരമായിട്ടുള്ള ഇയർ ബഡുകളുടെ ഒരു ഡിസൈനാണ് ഇതിനും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെവിയിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ഫിറ്റിംഗ് ആണ്. കണ്ടില്ലേ, ചെവിക്ക് അകത്തേക്ക് കയറുന്ന ഇൻ ഇയർ ടൈപ്പാണ്. ഇപ്പോൾ വരുന്ന എല്ലാം ഇൻ ഇയർ ആണ്, അല്ലാതെ ഈ ചെവിക്ക് പുറത്ത് ഇരിക്കുന്ന ടൈപ്പല്ല. ഒരു കാര്യം എടുത്ത് പറയട്ടെ, നമ്മൾ ജസ്റ്റ് ചെവിയിലേക്ക് ഇതെടുത്ത് വെക്കുമ്പോൾ ഓൺ ആക്കിയിട്ടില്ല, എന്നിട്ട് പോലും ഒരു എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്നുള്ള സൗണ്ട് നമ്മൾ ചെവി പൊത്തി പിടിക്കുന്ന പോലെ സൗണ്ട്, പുറത്തുനിന്നുള്ള സൗണ്ടിനെ കുറേയേറെ കട്ട് ചെയ്യുന്നുണ്ട് ഇത് ജസ്റ്റ് ചെവിയിലേക്ക് വെക്കുമ്പോൾ. ഇനി ഈ ഒരു ചാർജിങ് കേസിൻ്റെ ഒരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. കണ്ടില്ലേ, പെയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണത്തക്ക തരത്തിലുള്ള LED ഇൻഡിക്കേറ്റർ ഉണ്ട്. വല സൈഡിലായിട്ട് ഒരു പെയറിംഗ് ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്കണക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് ഇത്തരത്തിൽ USB Type C ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തിനായാലും ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെയുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡുവൽ ഡിവൈസ് കണക്ഷനാണ്. അതായത് നമ്മൾ നിരവധി ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അതെല്ലാം ഒരേ സമയം ഒരു ഫോണോട് കൂടി മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഡിവൈസുകളോടൊപ്പം ഒരേ സമയം കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു സ്മാർട്ട് ഫോണിനോടും ഒരു ലാപ്ടോപ്പിനോടും ഒക്കെ ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ അത് കേൾക്കും, പെട്ടെന്ന് ഫോണിൽ പാട്ട് പ്ലേ ചെയ്താൽ ഫോണിൽ നിന്നുള്ള പാട്ട് കേൾക്കും. അത്തരത്തിൽ ഒരേ സമയം രണ്ട് ഡിവൈസുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല ഇൻഡസ്ട്രി ലീഡിംഗ് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് നൽകിയിട്ടുണ്ട്. അതായത് 42 dB വരെയുള്ള സൗണ്ടുകളെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കട്ട് ചെയ്യും. പുറത്തുനിന്ന് കേൾക്കുന്ന നോയ്സുകളെ 42 dB ഉള്ള ശബ്ദങ്ങളെ പൂർണ്ണമായും ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആ പാട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ സഹായിക്കും എന്നതും പ്രത്യേകതയാണ്. ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. ഏകദേശം ലേറ്റസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇത്തവണ റിയൽമിയുടെ ഒരു അപ്ഗ്രേഡഡ് ചിപ്പ്
ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമിയുടെ R3 എന്ന ചിപ്പാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവയുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്ത് ടച്ച് കൺട്രോളുകളുണ്ട്. അപ്പോൾ നമുക്ക് അവയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിനെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറ്റാനും പ്രീവിയസ് ട്രാക്കിലേക്ക് മാറ്റാനും പ്ലേ പോസ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നൽകും. മാത്രമല്ല ഈ ടച്ച് കൺട്രോളുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അതായത് നമുക്ക് ഇപ്പോൾ സിംഗിൾ ടാപ്പിൽ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വന്ന്, അതായത് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ AI ഡ്യുവൽ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് 2 മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഔട്ടറിൽ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ ഈ ഒരു അകത്ത ഭാഗത്തും ഒരു മൈക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മൈക്ക് ഒരു ഹെഡ്സെറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ മൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോയ്സ് ക്യാൻസലേഷൻ കൃത്യമായി നടത്തുന്നതിന് ആ മൈക്കുകൾ സഹായിക്കും. അതുപോലെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ സാധാരണ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളൊക്കെ ഉപയോഗിച്ച് ഫോണുമായിട്ട് പെയർ ചെയ്ത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു ലേറ്റൻസി വരാറുണ്ട്, കേൾക്കുന്ന ശബ്ദവും കാണുന്ന ദൃശ്യവുമായിട്ട്. അത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി 88 മില്ലി സെക്കൻഡാണ് ഇതിൻ്റെ ഒരു ലോ ലേറ്റൻസി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്പിനകത്ത്, അതായത് റിയൽമി ലിങ്കിനകത്ത് ഗെയിം മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ആ ഗെയിം മോഡ് എനേബിൾ ചെയ്തിരുന്നാൽ നമുക്ക് ലേറ്റൻസി 88 മില്ലി സെക്കൻഡായിട്ട് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഫീച്ചർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സെയിം ജിമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന നിരവധി ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം അത്തരം ആൻഡ്രോയിഡ് ഫോണുകൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോപ്പപ്പ് ഉയർന്നു വരികയും ചെയ്യും. അത്തരത്തിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഓപ്ഷനും ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ചാർജിങ് കേസ് ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫോണിനകത്ത് ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ക്രീൻ പോപ്പപ്പ് ചെയ്യും. റിയൽമി ബഡ്സ് എയർ 3 എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പോപ്പപ്പ് ചെയ്യും. ജസ്റ്റ് ഇവിടെ കണക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയറിൻ്റെ ഒരു ഗുണം. കൂടാതെ ഇതിനകത്ത് വെയർ ഡിറ്റക്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് അവിടെ പോസ് ആവുകയും വീണ്ടും തിരിച്ച് ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ പാട്ട് റെസ്യൂം ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു വെയർ ഡിറ്റക്ഷൻ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത് 10mm ആണ്. അപ്പോൾ 10mm എന്ന് പറയുന്ന വലിയൊരു സൈസാണ്. ആ സൈസ് ഉള്ളത് കൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ബാസിനാണ് മുൻതൂക്കം എന്ന് തോന്നുന്നു. എന്ത് തന്നെയാലും ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ബാസിനാണോ മുൻതൂക്കം, ട്രബിളിനാണോ മുൻതൂക്കം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. അതുപോലെ ഇതൊരു IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും മഴത്തുള്ളികളൊക്കെ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരില്ല. നമ്മളിപ്പോൾ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ചെവിയിൽ വെച്ചുകൊണ്ട് പോയാൽ അല്പം വീർപ്പ് തുള്ളികൾ ഇറങ്ങിയാലൊന്നും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് അത്തരം വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ ഈ കാണുന്ന ഓരോ ഇയർ ബഡുകൾക്കും വെറും 4.2 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയും ഇത്തരം ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അറിയത്തില്ല. ഫിറ്റ് ഒക്കെ ഓക്കെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ചെവിയും തെറിച്ച് പോകത്തുമില്ല. കുഴപ്പമില്ലാതെ ഒരു ഫിറ്റും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ റിയൽമി അവകാശപ്പെടുന്നത് സിംഗിൾ ചാർജിൽ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ 30 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നൽകുമെന്നാണ്. മാത്രമല്ല ഇതൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് ഫുൾ ചാർജ് ചെയ്യാൻ 100 മിനിറ്റ് എടുക്കും. അതായത് 1 മണിക്കൂറും 40 മിനിറ്റും. ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഈ ചാർജിങ് കേസിലേക്ക് ഇറക്കി വെച്ച് ചാർജ് ചെയ്യാൻ വെറും 1 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുകയും ചെയ്യും. അത്തരത്തിൽ ഫുൾ ചാർജ് ചെയ്താൽ 30 മണിക്കൂർ വരെ നമുക്ക് ഇവ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. 2 വ്യത്യസ്ത കളറുകളാണ് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ലഭിക്കുന്നത്. സ്റ്റാറി ബ്ലൂ എന്നും ഗാലക്സി വൈറ്റ് എന്നീ 2 നിറങ്ങളിൽ. നമ്മളിവിടെ പരിചയപ്പെട്ടത് സ്റ്റാറി ബ്ലൂ എന്ന കളർ വേരിയൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണുമായിട്ട് ഇതൊന്ന് പെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കണക്റ്റ് ഓപ്ഷൻ കൊടുത്തു. അതിപ്പോൾ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആകും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഇത്തരത്തിൽ നമ്മളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് റിയൽമി ബഡ്സ് എയർ 3 എന്ന ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഇയർബഡിലും എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും ചാർജിങ് കേസിലെ ബാലൻസ് നിൽക്കുന്ന ചാർജ് എത്രയെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമൈസ്ഡ് ഓഡിയോ ട്യൂണിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഈ ഒരു ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെയും കേൾവി ശക്തി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് ഞാനിപ്പോൾ കേൾക്കുന്ന സൗണ്ട് ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ ചെറിയ സൗണ്ടുകൾക്ക് നിങ്ങൾക്ക് കേൾക്കാനുള്ള ശക്തി നിങ്ങളുടെ ചെവിക്കുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ആ ഒരു കേൾവി ശക്തി കൃത്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ളൊരു സൗണ്ട് നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കസ്റ്റമൈസ്ഡ് ഓഡിയോ ട്യൂണിംഗ് ഓപ്ഷൻ
ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി ഫോർ ദ ടെസ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇടത്ത് സൈഡിൽ ഒരു ചെറിയ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ആദ്യം. അത് നമ്മൾ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നു. യെസ്, ഞാനത് കേട്ടു, യെസ് കൊടുക്കുന്നു. ഇപ്പോൾ അതിൽ നിന്നും ചെറിയൊരു സൗണ്ടാണ് കേൾപ്പിക്കുന്നത്, അതും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾപ്പിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാനത് നോ കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവർ കേൾപ്പിക്കുന്ന ഓരോ ചെവിയിലും കേൾപ്പിക്കുന്ന സൗണ്ട് യെസ് നോ കൊടുത്ത് നമ്മൾ കേൾക്കുന്നതാണെങ്കിൽ യെസ് കൊടുക്കുക, കേൾക്കുന്നില്ലെങ്കിൽ നോ കൊടുത്തുകൊണ്ട് നമ്മളുടെ ചെവിയുടെ ആ ഒരു കേൾവി ശക്തി കൃത്യമായിട്ട് അനുസരിച്ചുകൊണ്ട് ഈ ഹെഡ്സെറ്റ് ട്യൂൺ ചെയ്യും. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ 2 ചെവിയുടെ ഒരു ടെസ്റ്റ് ഫിനിഷ് ചെയ്തു. അതനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സൗണ്ട് ക്വാളിറ്റി എങ്ങനെയെന്ന് ഇവിടെ ആഫ്റ്റർ എന്നുള്ളിടത്ത് വന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ ബിഫോർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്യൂണിങ്ങിന് മുമ്പുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇവിടെ തന്നെ ഈ ഒരു ആപ്പിൽ നിന്നുകൊണ്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണ്, ഇപ്പോൾ നോർമലാണ്, ഇപ്പോൾ ട്രാൻസ്പെറൻസിയാണ്. അതായത് നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ടിനെ അകത്തേക്ക് കേൾക്കുന്ന തരത്തിലേക്ക് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ സെറ്റ് ചെയ്യാം. അവർക്ക് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഈ നോയ്സ് ക്യാൻസലേഷൻ അതിലേക്ക് നൽകാവുന്നതാണ്. പിന്നെ മോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ ഏതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഇവിടെ ഒരു 3 വ്യത്യസ്ത പ്രൊഫൈലുകൾ കാണാം. ബാസ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാട്ടിന് ബാസ് കൂടുതലായിട്ട് കേൾക്കും. ബാലൻസ്ഡ് ആണെങ്കിൽ മറ്റൊരു പ്രൊഫൈലാണ്. അതുപോലെ ബ്രൈറ്റ്, കുറച്ചുകൂടി വോയിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലുണ്ട്. അങ്ങനെ 3 വ്യത്യസ്ത സൗണ്ട് എഫക്റ്റുകൾ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ വോളിയം എൻഹാൻസർ മോഡുണ്ട്. അതുപോലെ ഗെയിം മോഡ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ലേറ്റൻസി വളരെ കുറയും. അതുപോലെ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ഇവിടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ഡിവൈസുകൾ അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ചെവിയിൽ 2 നമ്മളെടുത്ത് വെക്കുന്ന ഇയർബഡുകൾ ഫിറ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ തന്നെ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലേ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ 2 ചെവിയുടെയും ഫിറ്റ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗുഡ് എന്ന് കാണിക്കുന്നു, ഡൺ കൊടുത്തു. അതുപോലെ ഓട്ടോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ടാപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക് കോൾ കണക്റ്റ് ആവണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബട്ടൺ സെറ്റിംഗ്സിലേക്ക് വന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ട്രിപ്പിൾ ടാപ്പ്, ടച്ച് ആൻഡ് ഹോൾഡ്, ഇങ്ങനെയുള്ള ആ ഓരോ ടച്ച് കൺട്രോളുകളും കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് ഇതിൻ്റെ ആപ്പിലൂടെ സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഞാനിതിൻ്റെ പാട്ട് ഇതിനകത്തൂടെ കേട്ടു നോക്കി. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ 3 വ്യത്യസ്ത സൗണ്ട് മോഡുകളുണ്ട്. ഇതിനകത്ത് ബാസ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് മികച്ച ക്വാളിറ്റി സൗണ്ട്, നല്ല ബാസ് ഉൾപ്പെടെ കേൾക്കുന്നത്. എന്നാൽ ബാലൻസ്ഡ് എന്ന ഓപ്ഷനിലും ബ്രൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കും വരുമ്പോൾ ട്രബിളിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ആ ട്രബിളിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കേൾക്കുന്ന പാട്ട് എനിക്ക് അത്രയ്ക്ക് ആ ഒരു പ്രൊഫൈൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് കാതടപ്പിക്കുന്ന കണക്ക് ചെലമ്പൽ സൗണ്ടാണ്. ചെലമ്പൽ സൗണ്ട് എന്ന് വെച്ചാൽ അത്രയും ട്രബിൾ കൂടുതലാണ്. ആ ഒരു ബാസ് ബൂസ്റ്റിലിട്ട് കേൾക്കുമ്പോൾ മികച്ച സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാസ് ബൂസ്റ്റ് പ്ലസ് എന്ന ആ ഒരു മോഡുലർ സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈവൻ നമ്മൾ ആ സൗണ്ട് ടെസ്റ്റ് ചെയ്തില്ലേ, ചെവിയുടെ ആ ഒരു ട്യൂണിങ് ചെയ്തില്ലേ, അതുകൊണ്ടായിരിക്കണം വളരെ മൈന്യൂട്ട് സൗണ്ടുകളും ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന തരത്തിൽ ഓരോരുത്തരുടെയും ചെവിയുടെ കേൾവിശക്തി അനുസരിച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ പാട്ടിനകത്ത് ഓരോ മൈന്യൂട്ട് സൗണ്ടുകളും നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നല്ല ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ഈ ഒരു ഡിവൈസിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് 3999 രൂപയാണ്. പക്ഷേ ഒരു ഇൻട്രഡക്ടറി ഓഫർ എന്ന നിലയിൽ ഇപ്പോൾ റിയൽമി 3499 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് 3499 രൂപയ്ക്ക് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ഇൻട്രഡക്ടറി ഓഫർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3999 രൂപയ്ക്ക് ലഭിക്കും. എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത്രയും ആ ഫീച്ചേഴ്സ് വെച്ച് വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരുന്നത് എങ്ങനെ പോയാലും ഒരു 7000 രൂപ മിനിമം പ്രൈസ് മേടിക്കും, അതെനിക്ക് ഉറപ്പാണ്, കൺഫേം. കാരണം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഇതിനകത്ത് ഈ പറഞ്ഞ ഈ ഡ്യുവൽ ഡിവൈസ് പെയറിംഗ് ഉണ്ടല്ലോ, ഒരേ സമയം 2 ഡിവൈസിൽ തന്നെ പെയർ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി, അത് മാത്രം മതി. അത് തന്നെ ഒരു വലിയ ഫീച്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. അത് ഈ ഒരു 3999 രൂപയ്ക്ക് ആയാൽ പോലും വർത്താണെന്ന് ഓർപ്പിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്ന ഒരു പ്രോഡക്റ്റും മേടിക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു മാത്രം. നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ച് നോക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങാം, ആരെയും വാങ്ങാൻ പ്രേരിപ്പിക്കില്ല ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.